കഴിയില്ല. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും അവർക്ക് പറ്റില്ല. ഇച്ചിലങ്ങോട് നിന്ന് കൊച്ചിയിലേക്ക് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് 40 മിനിറ്റ്. അത് വിമാനം കണ്ടെത്തപ്പെടുന്നതിൻ്റെ മുമ്പുള്ള ഒരു സമൂഹത്തിന് അവരോട് പറഞ്ഞാൽ അവരൊരിക്കലും അത് ഉൾക്കൊള്ളൂല. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ പരസ്പരം നമുക്ക് സംവേദനം ചെയ്യാൻ കഴിയുമെന്നോ പരസ്പരം ആശയവിനിമയം ചെയ്യാൻ കഴിയുമെന്നോ ഒരു 100 കൊല്ലം മുമ്പ് പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കുമോ എന്നാലോചിച്ച് നോക്കി. അവിടെയാണ് പുണ്യനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കും അൽ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കും അല്ലാഹു അസ്റാ ബി അബ്ദിഹി ലൈലൻ, രാത്രിയിലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു മഹാത്ഭുതം നടക്കുന്നത്. അല്ലാഹു ഒരു ഉമ്മത്തിൻ്റെ, മനുഷ്യരുടെ മുഴുവൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മുഴുവൻ, അവരുടെ കഴിഞ്ഞ കാലവും വർത്തമാനകാലവും അവരുടെ വരാനിരിക്കുന്ന കാലവും ഫ്യൂച്ചറും ഒരുപോലെ അള്ളാഹുവിൻ്റെ ഇൽമിൽ സമമാണ്. അപ്പോൾ മനുഷ്യൻ എന്തൊക്കെ ലതർക്കബുന്ന തൊബഖൻ അൻ തൊബഖ്, എന്തൊക്കെ ഇൻവെൻഷൻസ്, എന്തെല്ലാം ഡിസ്കവറീസ്, എന്തെല്ലാം മാനുഫാക്ചറിങ് മനുഷ്യന് ചെയ്യാൻ കഴിയുമെന്ന് അള്ളാഹു ജല്ല ജലാലുവിനറിയാം. അതുകൊണ്ടാണ് മനുഷ്യന്റെ പുരോഗതി ലതർക്കബുന്ന തൊബഖൻ അൻ തൊബഖ്, ഹ്യൂമൻസ് വിൽ ബി അഡ്വാൻസിങ് ഗ്രാജുവലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഹ്യൂമൻ സോഷ്യോളജി പഠിക്കുമ്പോൾ, ആന്ത്രോപോളജി പഠിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പുതിയ ഒരു തലമുറയിലേക്കുള്ള ട്രാൻസിഷൻ നടന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നുണ്ട്. വളരെ ഗ്രാജുവലാണ്, പതുക്കെയാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ അത്ര വലുപ്പമുള്ള വലിയ ഒരു കമ്പ്യൂട്ടറിനെയാണ് ഇന്ന് ചെറിയ ഒരു ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ആക്കിയിട്ട് ചുരുക്കിയിരിക്കുന്നത്. അന്ന് ഒരു റൂം നിറയെ വേണം കമ്പ്യൂട്ടർ. അപ്പോഴേ ഒരു റൂം നിറച്ചു വെച്ചാലേ ഒരു കമ്പ്യൂട്ടർ ആവുള്ളായിരുന്നു. അതിപ്പോൾ എത്ര ചുരുങ്ങി. മനുഷ്യൻ മെല്ലെ മെല്ലെ അഡ്വാൻസ് ചെയ്യുന്നു എന്നാണ് ഖുർആനിൻ്റെ തന്നെ വലിയൊരു അത്ഭുതം. ലതർക്കബുന്ന തൊബഖൻ അൻ തൊബഖ്. ഒറ്റടിക്ക് അള്ളാഹുവിന് ഇത് കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മെല്ലെ മെല്ലെയാണ്. അതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്പേസ് ട്രാവൽ, ആകാശലോകത്തേക്കുള്ള യാത്രയെ വളരെ പെരുമയോടുകൂടെ പറയുന്നതാണ് ഇന്നത്തെ ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം. നാസ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. നാസയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ nasa.gov, nasa.gov, നാസയുടെ ബഹിരാകാശ ലോകത്തെ സംബന്ധിച്ചുള്ള ഇൽമ് റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഇസ്രാ മിഅ്റാജിൻ്റെ 10,000-ൽ അംശത്തിലേക്ക് പോലും എത്തൂല എന്നതാണ്. ഇത് ഒന്ന് നബുവത്തിൻ്റെ പ്രാധാന്യവും പുണ്യനിബിതങ്ങൾ ആരാണെന്നും ഈ യാത്രയുടെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇനി ഇവിടുന്ന് എത്ര കാലം, ഇപ്പം നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മക്കയിൽ നിന്ന് ഈലിയായിലേക്ക്, ജെറൂസലേമിൻ്റെ പഴയ പേര് ഈലിയ എന്നാണ്, ഈലിയായിലേക്ക് അന്ന് 40 ദിവസം എടുക്കുന്ന യാത്രയാണ്. ആ യാത്രയാ നിബിതങ്ങൾ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ടെടുത്തത്. അവിടുന്ന് 7 ആകാശലോകങ്ങൾക്കപ്പുറം, എന്താണ് ഈ ആകാശലോകം എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അവിടുന്ന് പോയി തിരിച്ചു വന്നു. ആകാശലോകം എന്ന് പറയുന്നത് വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ, ഒന്നാം ആകാശം അല്ലാഹു തആല നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയും. ഒന്നാം ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. നമ്മുടെ ഭൂമിയുടെ വലുപ്പം എത്രയാ? പിച്ചിലങ്ങോട് പഞ്ചായത്താണോ? അല്ല, വാർഡാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരെന്താ? മംഗൽപാടി. ഇപ്പം മംഗൽപാടി പഞ്ചായത്തിലാണിപ്പോൾ ഇച്ചിലങ്ങോടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ വലുപ്പം എത്രയാ? അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ മണ്ഡലമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഉണ്ട്. എത്രയാണ് ഭൂമിയുടെ വലുപ്പം?
എത്ര വലുതാണ് ഭൂമി. പിന്നെ ഇന്ത്യ തന്നെ ഒരു സബ് കോണ്ടിനെൻ്റാണ്. അത്രയും വലിയ ഈ ഭൂമി പോലത്തെ 13 ലക്ഷം ഭൂമികളെ ഉള്ളിലേക്കിട്ടാലും കാണൂല, അങ്ങനത്തെ സാധനമാണ് സൂര്യൻ. സൂര്യൻ്റെ ഉള്ളിലേക്ക് 1.3 മില്യൺ ഭൂമികൾ ഇടാൻ പറ്റും എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ഭൂമി. 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധന നമ്മൾ ചെറിയൊരു വട്ടത്തിൽ സൂര്യനായി കാണുന്നത്. അപ്പോൾ എത്ര ദൂരെയാണ് സൂര്യൻ കിടക്കുന്നത് എന്ന് ഊഹിച്ചാൽ മതി. സൂര്യന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, പ്രോക്സിമ സെഞ്ചുറി എന്നാ പറയുക. സാധാരണ നമ്മൾ 100 കൊല്ലം എന്ന് പറയുന്ന സെഞ്ചുറി അല്ലത്. പ്രോക്സിമ സെഞ്ചുറി ഉണ്ട്. അത് കഴിഞ്ഞാൽ ആൽഫ സെഞ്ചുറി എ, ആൽഫ സെഞ്ചുറി ബി. ഈ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറി എന്ന സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണത്. അതിൻ്റെ തൊട്ടടുത്ത നക്ഷത്രങ്ങളാണ് ഈ ആൽഫയും, ആൽഫ സെഞ്ചുറി എയും ആൽഫ സെഞ്ചുറി ബിയും. ഈ ആൽഫ എന്ന് പറയുന്നത് തന്നെ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്, നക്ഷത്രങ്ങളുടെ സമൂഹം. അത് ഒരു കൊച്ചു സമൂഹമാണ്. ഈ ഒരു നക്ഷത്രത്തിലേക്ക് വരെ നമുക്ക് എത്താൻ കഴിയില്ല എന്നാണ്. അതായത് വോയേജർ 1 എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ശാസ്ത്രകാരന്മാർ. അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്പീഡ് സെക്കൻഡിൽ 17.3 കിലോമീറ്ററാണ്. 17 കിലോമീറ്റർ ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഒരു സെക്കൻഡ് കൊണ്ട് 17.3 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുന്ന സ്പേസ് ക്രാഫ്റ്റ്. ഇപ്പോൾ ചില റോക്കറ്റുകൾ വലിയ സ്പീഡിൽ യാത്ര ചെയ്യുന്നുണ്ട്. അത് നാസയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് പരിശോധിച്ചത്. അപ്പോഴാണ് അതിൻ്റെ ആധികാരികമായ വിവരം കിട്ടുന്നത്. 17,000 മൈൽ പെർ അവർ, മണിക്കൂറിൽ 17,000 മൈൽ. 17,000 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 കിലോമീറ്റർ ആയി. മണിക്കൂറിൽ 30,000 കിലോമീറ്റർ. ഇതാണ് ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പീഡ്. അത്ര സ്പീഡിൽ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് ഒരാൾ പുറപ്പെട്ടാൽ അവിടെ എത്തുമ്പോഴേക്കും 70,000 കൊല്ലം കഴിയുന്നു. നമ്മളെ തൊട്ടടുത്തുള്ള നക്ഷത്രം 70,000 കൊല്ലം. ഇനി അതല്ല, പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമുള്ള സാധനം സൂര്യപ്രകാശമാണ്. ഞാൻ സയൻസ് പറയുന്നത് കുറച്ച് കുട്ടികളും വിദ്യാർത്ഥിനികളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. കാരണം ഇസ്രാ മിഅ്റാജ് എന്ന് പറയുമ്പോൾ അങ്ങനെ അന്തം വിട്ടു പോകരുത്. നമ്മുടെ ഹബീബിന്റെ മുഅ്ജിസത്താണിത്. മുഅ്ജിസത്ത് ഒരിക്കലും നമ്മുടെ സയൻസ് കൊണ്ടൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയൂല. പക്ഷെ നമ്മുടെ ബുദ്ധിയിലേക്ക് ഈ സംഭവത്തിന്റെ സാധ്യതയെ നമുക്ക് കൊണ്ടുവരാം. അതിന് കുഴപ്പമില്ല. ഒരു മുഅ്ജിസത്തിനെ ഒരിക്കലും നമുക്ക് നമ്മുടെ സെൻസ് കൊണ്ട്, നമ്മുടെ ഹവാസ് കൊണ്ട്, നമ്മുടെ സെൻസറി ഫാക്കൽറ്റി കൊണ്ട് ഒരിക്കലും നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒന്നും ചിന്തിച്ചാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ബുദ്ധി കൊണ്ടോ നമ്മുടെ ലോജിക്ക് കൊണ്ടോ ഒന്നുമല്ല മുഅ്ജിസത്തുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അല്ലാഹു അംബിയാഇന് നൽകുന്ന വലിയൊരു സ്ഥാനമാണ്. ഹബീബായ നബി തങ്ങൾ യാത്ര പോയത് 1-ാം ആകാശം കഴിഞ്ഞ് 2. ഇപ്പം 1 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഒരൊറ്റ നക്ഷത്രത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ 70,000. ഇനി ആകൊരു സാധ്യതയുള്ള സൂര്യപ്രകാശമാണ്. ലോകത്തെ ഏറ്റവും വേഗതയുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണുന്ന സൂര്യപ്രകാശം. സൂര്യനിൽ നിന്ന് ആ സാധനം കൊണ്ട് എത്തണ്ടേ ഭൂമിയിലേക്ക്. 14 മിനിറ്റും 8 സെക്കൻഡും ഏകദേശം അത്ര സമയമെടുത്തിട്ടാണ് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്പീഡ്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡിൽ, മണിക്കൂറിലല്ല. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത്ര സ്പീഡിൽ പോകാൻ പറ്റുന്ന സാധനമാണ് സൂര്യപ്രകാശം. അതുകൊണ്ടാണ് വദ്ദുഹാ, അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. ബുറാഖ് എന്നാണ് പറഞ്ഞത്. ബർക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് എന്നാണ്. ബുറാഖ് എന്ന വാഹനം അത് പ്രകാശത്തിന്റെ വാഹനമാണ്. അള്ളാഹു പ്രത്യേകമായി ഉണ്ടാക്കിയ പ്രകാശം, സൂര്യപ്രകാശം പോലും അല്ലത്. സൂര്യപ്രകാശം തന്നെ സെക്കൻഡിൽ 3 ലക്ഷം. പിന്നെ അള്ളാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായൊരു പ്രകാശം കൊണ്ടുണ്ടാക്കിയ വാഹനത്തിന്റെ സ്പീഡ് എത്രയായിരിക്കും? 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അതാണ് സൂര്യപ്രകാശം. അപ്പൊ സൂര്യനിൽ നിന്ന് ഒരു രശ്മി അങ്ങോട്ട് പുറപ്പെട്ടാൽ 14 മിനിറ്റും 8 സെക്കൻഡും എടുക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ സ്പീഡ് എത്ര ദൂരം ഉണ്ടാവും ആലോചിച്ച് നോക്കി. 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. അങ്ങനെ 14 മിനിറ്റ് എടുക്കണം. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 3 ലക്ഷം കിലോമീറ്റർ.
60 സെക്കൻഡ് എത്ര കിലോമീറ്റർ, അങ്ങനെ ഒരു 1460, പിന്നെ ഒരു 8 സെക്കൻഡും കൂടെ. ആ ദൂരത്താണ് സൂര്യനെ അള്ളാഹു കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. വശംസി വളുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. എന്താ പറയണത്? വെയിലുകൾ കാണുന്നതിനെ കുറിച്ച് ആയിരിക്കണം എന്ന് മാത്രമല്ലല്ലോ. ളുഹ, സൂര്യപ്രകാശമാണ്. സൂര്യന്റെ പ്രകാശം ഇന്ന് ലോകത്ത് വലിയൊരു അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വേഗതയിൽ ഒരു സാധനത്തിനും ഈ ലോകത്ത് സഞ്ചരിക്കാൻ കഴിയില്ല. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, അതിനേക്കാളും കൂടുതലൊന്നും അതന്നെ മനുഷ്യൻ സഞ്ചരിക്കാൻ, അത് പ്രകാശത്തിനേ കഴിയുള്ളൂ. ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു മാസ്, ഒരു വസ്തു എന്ന് പറയുന്ന സാധനം, അതിന് ഒരിക്കലും എന്ന സയൻസ് പറയുന്നു അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു കൊണ്ടുപോയത് അതിലും വലിയ വേഗതയിലാണ്. കാരണം പ്രോക്സിമ സെഞ്ചുറിക്കല്ല നബിയെ കൊണ്ടുപോയത്, ആൽഫ സെഞ്ചുറിയിലേക്കുമല്ല, ആൽഫ ബിയിലേക്കുമല്ല, പിന്നെയോ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ സയൻസ് ലോകം ഇനി എത്രയെല്ലാം പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന സമയം ആ ഒരു ആൽഫ സെഞ്ചുറി, പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ 4 കൊല്ലം 4.35. റെഡിയാണോ? എനിക്ക് നന്നായിട്ട് തുറക്കണം, നല്ലൊരു ചെയറൊന്ന് മുമ്പോട്ട് വന്നാൽ ബാക്കിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബാക്കിലുള്ളവരുടെ ചെയർ ഫ്രണ്ടെന്നുകൊണ്ട് കിട്ടാൻ മതിയായിരുന്നു. അല്ലേ? അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കി. ബിസ്മില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام. ഓപ്പറേറ്റർ ഒന്നുകൂടെ എന്ത് ചെയ്യുക, സൗണ്ട് ഒന്ന്, ആ ഒരു ശ്വാസം കിട്ടണില്ല, ശരിക്കും നീട്ടി ഓതാൻ പറ്റുന്നില്ല, സൗണ്ട് മുറിഞ്ഞു പോവുക. ഒന്നുകിൽ ഈ മൈക്ക് മാറ്റിയാൽ ചിലപ്പോൾ നല്ല ക്വാളിറ്റി മൈക്ക് ഉണ്ടെങ്കിൽ മാറ്റിക്കോളി, നല്ലതുണ്ടെങ്കിൽ. എന്തൊരു സാധനം ഉണ്ടല്ലോ പോയാ, എന്താ പറയലേന്, അത് നല്ല ക്യാച്ചാണ്. ബിസ്മില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇത് റാഹത്തുണ്ടല്ലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഓയാ, അങ്ങനെയാണെങ്കിൽ ലൈവ് തുടങ്ങിക്കോളേ, ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അയച്ചാൻ കുറിച്ചും തുടങ്ങണം കേട്ടോ, കുട്ടികൾ കളി പറഞ്ഞ പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. صلى الله وسلم وبارك على حبيبنا خير من أسري وعرج إلى السماء. صلى الله عليك يا سيدي يا رسول الله. صلى الله عليك يا سيدي يا حبيب الله. صلى الله عليك يا سيدي يا خير خلق الله. سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم. وبت ترقى إلى أن نلت منزلة
മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക് വലം തുറമി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവത്തിന് സാക്ഷ്യമായ ഒരു രാത്രിയാണിത്. റജബ് 27. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 52 വയസ്സ് കഴിഞ്ഞ് 53ലേക്ക് നീങ്ങുമ്പോൾ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ വർഷം. നബി തങ്ങളുടെ സംരക്ഷകരായിരുന്ന അബൂ ത്വാലിബ്, അദ്ദേഹം മുസ്ലിം അല്ലായിരുന്നിട്ട് പോലും നബി തങ്ങളുടെ സംരക്ഷകനായിരുന്നു. വവജദക അലം യജിദ്ക യതീമൻ ഫആവാ, അല്ലാഹു അങ്ങേക്ക് അഭയം നൽകിയില്ലയോ? മഅ്വാ എന്ന് ഖുർആൻ ഉദ്ദേശിച്ചത്, അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അബൂ ത്വാലിബാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയാ. ആ മുത്താപ്പ അദ്ദേഹം വഫാത്തായ വർഷം മക്കയിലെ എല്ലാ ഭൗതിക സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഹബീബിന് നഷ്ടമായി എന്ന് തോന്നുമ്പോൾ അവിടുത്തെ ഉമ്മയുടെ വീട്ടുകാരിലേക്ക് ത്വായിഫിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് യാത്രയാകുന്നു സംരക്ഷണം ലഭിക്കാൻ. ത്വായിഫുകാരാണെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂലിനെ ആട്ടിയോടിക്കുന്നു, കല്ലെടുത്തെറിയുന്നു, കാലുകളിൽ നിന്ന് ചോര വരുന്നു. ചരിത്രമറിയാം. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഅഫ ഖുവതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് എൻ്റെ നിസ്സഹായാവസ്ഥ റബ്ബേ നിന്നോട് ഞാൻ ശിക്കായത്ത് പറയുന്നു, നിന്നോട് പരാതി പറയുന്നു എന്ന് ഖർനുസ്സആലിബിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നത്തെ സൈലുൽ കബീറിലെ ത്വായിഫിലെ മീഖാത്തിൻ്റെ സ്ഥലമാണത്. അവിടുത്തെ പാറയിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറയുന്നൊരു നിമിഷമുണ്ട്. കാലിന്ന് ചോര വരികയാണ്. ആളുകൾ എടുത്തെറിഞ്ഞത്. ആ സങ്കടപ്പെടുത്തുന്ന ഹബീബായ നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ ഇലാ മൻ തകിലുനി, അല്ലാഹുവേ നീ ആരിലേക്കാണ് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത്? അല്ലാഹുവേ ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എൻ്റെ ശത്രുവിനെയാണോ അല്ലാഹുവേ എൻ്റെ സംരക്ഷണം നീ ഏൽപ്പിച്ചത്? അല്ലെങ്കിൽ അതല്ല ഔ ജബ്ബാറൻ, സ്വേച്ഛാധിപതിയായ ആളുകളെയാണോ അല്ലാഹുവേ എൻ്റെ കാര്യം നീ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്കൊട്ടും പ്രശ്നമല്ല റബ്ബേ. പിന്നെ പറഞ്ഞു അഊദു ബിനൂരി വജ്ഹിക അല്ലദീ അശ്റഖത് ലഹു അൽളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം മുൻനിർത്തി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അയ്യഹില്ല അലയ്യ ഗളബുക്, അല്ലാഹുവേ നിന്റെ ദേഷ്യം എൻ്റെ മേൽ ഇറങ്ങരുതേ, നീ എന്നെ കാത്തുകൊള്ളണമേ. ലക്കൽ ഉത്ബാ ഹത്താ തർളാ, അല്ലാഹുവേ നിനക്ക് തൃപ്തിയാകുന്നവരേക്കും നിനക്ക് മതി വരുന്നവരേക്കും നിനക്ക് തന്നെയാണ് സ്തുതി, നിനക്ക് തന്നെയാണ് ഹംദ്, നിനക്ക് തന്നെയാണ് ശുക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിന്റെ യാത്രയിൽ പറഞ്ഞ വാക്കുകൾക്ക് ശേഷമാണ് ഹബീബായ നബി തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് യാത്രകൾ ഉണ്ടാകുന്നത്. അത് നബി ആശ്വസിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ അൽ ഹളറത്തുൽ ഇലാഹിയ, പടച്ചതമ്പുരാന്റെ ഹളറത്തിലേക്ക് പുണ്യ നബിയെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. റസൂലേ, ഭൂമിയിലെ ആളുകൾ ത്വായിഫുകാർ അങ്ങയെ സ്വീകരിക്കാനോ കേൾക്കാനോ ഒരുക്കമല്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ, ഇലൽ മലഇൽ അഅ്ലാ, ആകാശലോകങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് പോന്നോളൂ നബിയെ, അങ്ങയെ കേൾക്കാൻ ഇവിടെ ആളുകൾ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കേൾക്കാൻ മലാഖമാർ ഒരുക്കമാണ്, ജിന്നുകൾ ഒരുക്കമാണ്, എല്ലാവരും ഒരുക്കമാണ്. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത ആശ്വാസമാണ് ഇസ്റാ മിഅ്റാജ് യാത്ര. ഇസ്റാ ഭൂമിയിൽ നടന്ന യാത്രയാണ്, മിഅ്റാജ് ആകാശലോകത്ത് നടന്ന യാത്രയാണ്. ഇസ്റാ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, ഇസ്റാ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഅബയിൽ നിന്ന് ജെറൂസലേമിലെ ഈ ഇലിയായിലെ
അള്ളാഹുവിൻ്റെ മസ്ജിദായ നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സയിലേക്ക്. അതാണ് ഇസ്രാ. മിഅ്റാജ് എന്നത് ജെറൂസലേമിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും പോയ യാത്രയാണ് മിഅ്റാജ്. ആ യാത്രയിൽ ഹബീബിന്റെ വാഹനമാണ് ബുറാഖ്. ബുറാഖ് എന്നത് ബർക്കിൽ നിന്നാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് എന്നാണ്, മിന്നൽ പിണർ. പ്രകാശത്തെക്കാളോ അതിൻ്റെ എത്ര മടങ്ങ് ഇരട്ടിയാണ് ബുറാഖിന്റെ വേഗത എന്നറിയില്ല. അള്ളാഹു പ്രത്യേകമായ പ്രകാശം കൊണ്ടുണ്ടാക്കിയ കുതിരയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഴുതയെക്കാളും മീതയും ഒരു കോവർ കഴുതയെക്കാളും താഴെയുമുള്ള അക്രമക്കുമുല്ലാ അങ്ങനത്തെ ഒരു വാഹനമാണ് ബുറാഖ്. അതിന് ചിറകുകളുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബുറാഖിന്റെ പുറത്ത് കയറിയാണ് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ബുറാഖിനവിടെ കെട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര. നബിതങ്ങളും ജിബ്രീൽ തങ്ങളും ഒരുമിച്ചാണ്. ബുറാഖ് ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ല, ബുറാഖിൽ ഉണ്ട് എന്നും പറയാറുണ്ട്. സത്യത്തിൽ ബുറാഖിനെ കെട്ടിയിടുകയാണ് ചെയ്തത്. മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയുണ്ട്. നമുക്കിന്ന് ചെന്നാൽ അവിടെ കാണാൻ കഴിയും. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. അതിൻ്റെ അടയാളമുണ്ട്, ചെറിയൊരു വട്ടക്കണ്ണിയുണ്ട് അവിടെ അടയാളപ്പെടുത്തിയത്. 7 ആകാശങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെയും അപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനം അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. നബിയെ, ഞങ്ങൾ മലക്കുകൾക്ക് പോലും അള്ളാഹു നിശ്ചയിച്ച പരിധികളുണ്ട്. ആ പരിധി വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫീ ശത്വിഹി ഗുർബൻ ഫവദ്ദഅ വഹതഫ്. നബി തങ്ങളോട് യാത്ര പറഞ്ഞ ഒരു സ്ഥാനമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുകൾ കരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്കാണ് നബി തങ്ങൾ യാത്ര പോകുന്നത്. ആ യാത്രയും കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്ഥാനം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഹളറത്ത് നബി തങ്ങൾ അനുഭവിക്കുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും. ഉലമാ പറയും അള്ളാഹുവിനെ കണ്ടു എന്ന്. കണ്ടില്ല എന്ന് പറയുന്ന ആലിമീങ്ങളുണ്ട്. അത് ഉലമാഇന്റെ അടുത്ത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷേ കണ്ടു എന്ന അഭിപ്രായത്തെയാണ് അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ പ്രബലപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും അള്ളാഹുവിനെ കാണുകയും വിശുദ്ധമായ 5 നേരത്തെ നിസ്കാരം അള്ളാഹു ഹബീബിന് നൽകുകയും ചെയ്ത് അവിടുന്ന് അതേ രാത്രിയിൽ ഇതുപോലത്തെ ഒരു റജബ് 27-ന് ഹബീബായ നബി തങ്ങൾ വീണ്ടും ജെറൂസലേമിലെ മിഅ്റാജിന്റെ പാറയിൽ ഇറങ്ങുകയും അവിടുന്ന് ബുറാഖിന്റെ മുകളിലൂടെ മക്കയിലേക്ക് വരികയും ചെയ്ത യാത്ര. ഈ യാത്ര വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഒരു കളവ് പോലും ജീവിതത്തിൽ പറയാത്ത അസ്വാദിഖുൽ മസ്ദൂഖ് അസ്വാദിഖുൽ മുസദ്ദഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് ഹബീബ് പറഞ്ഞ യാത്രയാണ്, അള്ളാഹു പഠിപ്പിച്ച യാത്രയാണ്. ഇസ്രാ ഖുർആനിന്റെ സ്വരീഹായ നസ്വാണ്. ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ലാതെ അള്ളാഹു ഇസ്രാ വിശദീകരിച്ചു. എന്നാൽ സൂറത്തു നജ്മിൽ അള്ളാഹു മിഅ്റാജും വിശദീകരിച്ചു. അവിടെ ഒരു പക്ഷേ വ്യാഖ്യാനങ്ങൾ വേറെയും വരാം, ഇഹ്തിമാലുണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യ ആയത്ത് ഇസ്രാഇനെ പറ്റി നേർക്കുനേരെ പറഞ്ഞതാണ്. അപ്പൊ എന്തിനെ അങ്ങനെ ഇസ്രാ നേരെ പറഞ്ഞു, മിഅ്റാജിന്റെ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു അള്ളാഹു തആലാക്ക്? ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്രാ. അത് അള്ളാഹ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ. എന്നാ പിന്നെ അള്ളാഹു വ്യക്തമാക്കി തന്നില്ലെങ്കിലും നബി തങ്ങൾ സ്വഹീഹായ ഹദീസിൽ വ്യാഖ്യാനിച്ചു തന്നു മിഅ്റാജ്. ഖുർആനിൽ സൂറത്തു നജ്മ് അള്ളാഹുവിനെ കണ്ടതാണോ, ജിബ്രീൽ തങ്ങളെ കണ്ടതാണോ, മിഅ്റാജിന്റെ യാത്രയാണോ, അല്ല വേറെ അനുഭവമാണോ, അങ്ങനെയൊക്കെ വരാം അതിന്റെ തഫ്സീറുകൾ. പക്ഷേ മിഅ്റാജ് നബി തങ്ങളുടെ ഹദീസ് കൊണ്ട് ക്ലിയറാണ്, നസ്വാണ്. ഖുർആനിന്റെ സ്വരീഹായ ഒരു വ്യാഖ്യാനം, സ്വരീഹായ വ്യക്തമായ ഖുർആനിന്റെ ഒരു പരാമർശം മിഅ്റാജിനെ കുറിച്ചില്ല, ഇസ്രാഇനെ കുറിച്ചുണ്ട്. അതിന് കാരണം പറയുന്നത് ഇസ്രാ ദുന്യാവിൽ നടന്നതാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ മിഅ്റാജ് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ഭൂമിയിൽ 40 ദിവസമെടുക്കുന്ന യാത്ര പുണ്യനബി തങ്ങൾ രാത്രിയിലെ ഒരല്പസമയം കൊണ്ടാണ് യാത്ര ചെയ്ത് തീർക്കുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഇച്ചലങ്കോട് നിന്ന് കാസർഗോഡേക്ക് സൈക്കിളിൽ യാത്ര പോകുന്നത്, ഒരാൾ നടന്നു പോവുക,
സങ്കല്പിക്കുക. വേറൊരാൾ ബൈക്കിലാണ്, വേറൊരാൾ സൈക്കിളിലാണ്, വേറൊരാൾ കാറിലാണ്, വേറെ ഒരാൾ ഒരു ഫാസ്റ്റ് യാത്ര ചെയ്യുന്ന ഒരു സ്പോർട്സ് കാറിലാണ്, വേറെ ഒരാൾ ഒരു ഹെലികോപ്റ്ററിലാണ്, വേറെ ഒരാൾ ഒരു വിമാനത്തിലാണ്, വേറെ ഒരാൾ റോക്കറ്റിലാണ്. ദൂരൊക്കെ ഒന്നാണ്, സമയം വ്യത്യാസപ്പെടുന്നുണ്ടോ? വ്യത്യാസപ്പെടുന്നു. പെട്ടെന്നെത്തുന്നില്ലേ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 21-ാം നൂറ്റാണ്ടിലായതുകൊണ്ട് ഇത്രയും ഫാസ്റ്റ് യാത്ര ചെയ്യാൻ കഴിയുന്നൊരു ലോകമാണിത്. ഞാൻ ഇന്ന് ദുബൈയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 1:15 1:30 പുറപ്പെട്ടു. ഇവിടെ വൈകുന്നേരം 5:45 എത്തുന്നു. എത്ര 2500 2600 കിലോമീറ്ററൊക്കെ 3-3.5 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു 200 300 400 കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും മനുഷ്യന് ഒരു നിലക്കും വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ 2500 കിലോമീറ്ററൊക്കെ 3 മണിക്കൂർ കൊണ്ട് ഒരാൾ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറയില്ലേ? ആർക്കേ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളിത് കാണുന്നത് കൊണ്ടല്ലേ, നമുക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് ഈ വിഷയം അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ സ്വഹാബികളുടെ മനസ്സിലുള്ള ഈമാൻ എത്രയാണ്! ശരിക്കും അവരത് വിശ്വസിച്ചില്ലേ? നമുക്ക് സംശയം വരില്ല, അങ്ങ് നടക്കൂല. പുണ്യ നബി തങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഖലാസ്, ലൗ ഖാലഹ, എന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ, ഫഖദ് സദഖ്, എന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. ഫസുമ്മിയ സുദ്ദീഖ, അവിടെയാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സുദ്ദീഖ് എന്നറിയപ്പെടുന്നത്. റളിയല്ലാഹു അൻഹു. ലോകത്ത് വരാൻ പോകുന്ന എല്ലാ പുരോഗതിയും അള്ളാഹുവിനറിയാം. ലോകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഓൾ അലൈക്ക് ഇൻ ദ നോളജ് ഓഫ് അല്ലാഹ്. അള്ളാഹ്ക്ക് അതൊന്നൊരു വ്യത്യാസമില്ല. അള്ളാഹുവിന് അറിയില്ല 21-ാം നൂറ്റാണ്ടിലെ വലിയ വലിയ സ്പേസ് ഷട്ടിലുകൾ കണ്ടെത്തപ്പെടുമെന്ന്. അള്ളാഹുവിന്റെ ഏറ്റവും വേഗതയുള്ള ഭൂമിയിൽ മനുഷ്യന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഒരു സാധനം സൂര്യപ്രകാശമാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതിനപ്പുറം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആ വേഗതയിൽ പ്രകാശത്തിനല്ലാതെ വേറൊന്നിനും സഞ്ചരിക്കാനും പറ്റില്ല. അത്രേ ഒരു വസ്തുവിനും അത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല. മണിക്കൂറിലല്ല, എത്ര സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതുകൊണ്ടാണ് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. പുണ്യനബി തങ്ങൾ പോയ സ്പീഡ് എത്രയാണ് നമുക്കറിയാം. അത് മുഅ്ജിസത്താണ്, ഖാരിഖുൽ ലിൽ ആദ. മനുഷ്യന് പരിചയമുള്ള, ചിന്തിക്കാൻ കഴിയുന്ന, ആലോചിക്കാൻ കഴിയുന്ന എല്ലാ ലോജിക്കും, മനുഷ്യന്റെ എല്ലാ റാഷണൽ റീസണിങ്, ഇതിനെയെല്ലാം മറികടക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ. എല്ലാം അങ്ങനെയാണ്. ഒരിക്കലും നമുക്കതിനെ ഭൗതികപരമായി വ്യാഖ്യാനിക്കാൻ പാടില്ല, കഴിയൂല. പക്ഷെ അതിന്റെ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കണം. പുണ്യ നബി തങ്ങളെ അള്ളാഹു എന്താ പറഞ്ഞത്? വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ സ്ഥാനം സർവ്വ മനുഷ്യരെക്കാളും മീതയാണ്. സൗണ്ട് കൂട്ടിക്കോളും, നന്നായി കൂട്ടിക്കോളും, കൂട്ടണ്ടോ? എല്ലാവരെക്കാളും മീതയാണ്. വറഫഅനാ ലക ദിക്റക്. അപ്പൊ നീൽ ആംസ്ട്രോങ്ങിനെക്കാളും നബി തങ്ങൾ മീത തന്നെയല്ലേ? ഗഗാരിയെക്കാളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം മീതയല്ലേ? സ്പേസിലേക്ക് പോയ സയന്റിസ്റ്റുകളാണ് അവര്. യൂറി ഗഗാറിൻ, പുണ്യനബി തങ്ങൾ അതിലും മീതയാണ്. ഇത് 21-ാം നൂറ്റാണ്ടുകാരന് മാത്രമല്ല, ഇനി 25-ാം നൂറ്റാണ്ടുകാരനും ഇനി 500-ാം നൂറ്റാണ്ടുകാരനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു റെക്കോർഡ് ഭേദിക്കാൻ കഴിയില്ല. ഇത് 1400 കൊല്ലം മുമ്പ് ഹബീബിന് അള്ളാഹ് അനുവദിച്ചു കൊടുത്ത റെക്കോർഡാണ്. ഇതിനെ ആർക്കും ഭേദിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പരിശ്രമിക്കാൻ, ഇപ്പൊ നാസ എന്ന് പറയുന്ന സ്പേസിനെ സംബന്ധിച്ച് പഠിക്കുന്ന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു സംവിധാനം, നാസയുടെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും തൊട്ടടുത്തുള്ള സൂര്യനെ നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം, സൂര്യൻ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. ഏറ്റവും അടുത്തുള്ളതുകൊണ്ട് സൂര്യൻ ഇത്ര വലുതായി കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 1.3 മില്യൺ എർത്ത് ക്യാൻ ഫിറ്റ് ഇൻസൈഡ് എ സൺ. ചിന്തിക്കാൻ പറ്റുമോ? സൂര്യന്റെ ഉള്ളിലേക്ക് 13 ലക്ഷം ഭൂമിയെ വെച്ചു കൊടുത്താലും അത് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുള്ള സാധനമാണ് സൂര്യൻ. അത്ര വലിയ ഗോളമാണ് നമ്മുടെ മുമ്പിൽ അസ്തമിക്കുന്ന നേരത്ത് ചെറിയ ഒരു വട്ടമായി കാണുന്നത്, ഉദിക്കുമ്പോൾ ചെറിയൊരു വട്ടം. ഭൂമിയെ, ഈ ഭൂമിയുടെ വലുപ്പം എത്രയാ ഭൂമിൻ്റെ വലുപ്പം? ഒന്ന് GPS ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ എർത്ത് ഒന്ന് എടുത്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കണ്ടേ? അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ ഓഷനിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില
ഐലൻഡുകളൊക്കെ ഉണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ സൂം ചെയ്താൽ മാത്രമേ കാണുള്ളൂ, സൂം ഇൻ ചെയ്താലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ വലിയ സിറ്റിയാണ്, അവിടെ എയർപോർട്ടുണ്ട്, അവിടെ പിന്നെ സീ പോർട്ടുണ്ട്, അവിടെ ഒരുപാട് വീടുകളുണ്ട്, അവിടെ ഒരുപാട് പഞ്ചായത്തുണ്ട്. ഇത് ഒറ്റയടിക്ക് നോക്കിയാൽ കാണുന്നില്ല. ബഹ്റൈൻ ഇപ്പോൾ മാപ്പിൽ പെട്ടെന്ന് കാണില്ല. ബഹ്റൈൻ നല്ല എത്ര പ്രവാസികളുണ്ട് ബഹ്റൈനിൽ, നമ്മൾ സൂം ചെയ്താലേ കാണുള്ളൂ ബഹ്റൈനൊക്കെ. ടൈനി ഐലൻഡ്. പക്ഷെ ബഹ്റൈൻ്റെ വലുപ്പത്തിൽ അവിടെ എത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഈ ഭൂമി എത്ര വിശാലമാണ്! ഇതുപോലെയുള്ള 13 ലക്ഷം, 13 ഭൂമിയല്ല, 13,000-വുമല്ല, 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണ് സൂര്യൻ. നാസയുടെ വെബ്സൈറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇത്ര വലുപ്പമുണ്ട് സൂര്യന്. യാ അല്ലാഹ്, എന്തായിരിക്കും എൻ്റെ വലുപ്പം? എത്ര ദൂരെയാണ് അള്ളാഹു കൊണ്ടുപോയി വെച്ചത് ഈ പ്രപഞ്ചം. ആസ്ട്രോണമി, ആസ്ട്രോളജി പഠിക്കരുത്, അത് അന്ധവിശ്വാസമാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പിന്നെ അന്ധവിശ്വാസ. നക്ഷത്ര വാരഫലം എന്നൊക്കെ പറയില്ലേ, നക്ഷത്രഫലത്തെ സംബന്ധിച്ച് നമുക്ക് അത് ഷിർക്കും കുഫറിലേക്കും വരെ നമ്മൾ എത്തിച്ചു കളയും. ഒരിക്കലും പഠിക്കാൻ പാടുള്ളതാണ് ആസ്ട്രോളജി. പക്ഷെ ആസ്ട്രോണമി അത് പഠിക്കണം. അത് ആകാശ ലോകങ്ങളെ കുറിച്ചുള്ള യാത്ര, പഠനമാണ് ആസ്ട്രോണമി. മനുഷ്യനെന്ന് കണ്ടെത്തിയ വലിയ വേഗതയുള്ളൊരു വാഹനമുണ്ട്, വോയേജർ 1. സൂര്യനിൽ നിന്നത് അകന്നുകൊണ്ടിരിക്കുന്ന സ്പീഡ് കണക്കാക്കുന്നത് 17.3 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 17 കിലോമീറ്റർ, സെക്കൻഡിൽ 17. സൂര്യപ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷമാണ്, സെക്കൻഡിൽ 17. ആ വാഹനം വോയേജർ 1 എടുത്തിട്ട് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. പ്രോക്സിമ സെഞ്ചുറി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് 2 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഒന്ന് ആൽഫ സെഞ്ചുറി എ, മറ്റൊന്ന് ആൽഫ സെഞ്ചുറി ബി. ഈ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് തന്നെ ആ ഒരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ 70,000 കൊല്ലെടുക്കും. 70,000 കൊല്ലം മനുഷ്യന് പോകാൻ പറ്റുമോ? ആകെ 10, 60, 70 അടിച്ചു പോവുകയാണ്. അപ്പോഴേക്കും മിസ് കോൾ വരും. 60 ആകുമ്പോഴേക്കും എത്ര മിസ് കോൾ വരുന്നുണ്ട്? അപ്പോൾ സ്റ്റണ്ട് ഇട്ട് വരികയാണ്, 5 ചെയ്തിട്ടുണ്ട്, പിന്നെ അള്ള വിളിച്ചു കൊണ്ടുപോകുക തന്നെയാണ്. ഇപ്പം 60,000 കൊല്ലമൊക്കെ എങ്ങനെ നിൽക്കുക? ആർക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെയൊക്കെ? ഇത് മനുഷ്യന്റെ കഴിവ് ഇത്ര പരിമിതമാണ്. നമ്മൾ ഇസ്രാഇനെ പറ്റി പറയുമ്പോൾ, മിഅ്റാജിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ലഭ്യമായ നമ്മുടെ സാധ്യതകളെ നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പ്രോക്സിമ സെഞ്ചുറിക്ക് പോവുകയാണെങ്കിൽ 4 കൊല്ലം എടുക്കും. 4 കൊല്ലം. എങ്ങനെ? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിലൂടെയാണെങ്കിൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. അത് ഐൻസ്റ്റൈൻ തന്നെ മുമ്പേ എഴുതി വെച്ച് പോയി. ഒരിക്കലും കഴിയില്ല, ഒരു വസ്തുവിനും ആ സ്പീഡിൽ പോകാൻ കഴിയില്ല എന്ന്. പ്രകാശം അതിൻ്റെ ബോഡി വളരെ, അതിന് കാര്യമായൊരു ബോഡി എന്ന് പറയാനില്ലല്ലോ പ്രകാശത്തിന്. പ്രകാശത്തിൻ്റെ ബോഡി അല്ലാതെ ഒരു മാസ് എന്ന് പറയാനില്ലല്ലോ, തൊട്ട് വയ്ക്കാനൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് പ്രകാശത്തിന് പോകാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനും പോകാൻ കഴിയില്ല. ഫിസിക്സിൽ കുട്ടികൾ പഠിക്കുന്ന പിന്നെ വെലോസിറ്റിയെ കുറിച്ചുള്ള തിയറി മനസ്സിലാക്കിയേ പറ്റും. E = mc², എനർജി = മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് പഠിക്കുമ്പോഴേ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയുടെ ചെറിയ ഒരു അനാലജി നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വേഗതയിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂല അത്. അപ്പം 25-ാം നൂറ്റാണ്ട് വന്നിട്ടും കാര്യമില്ല, 1-ാം ആകാശം വരെ പോലും എത്താൻ കഴിയില്ല. 1-ാം ആകാശം എവിടെയാണെന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 1-ാം അസ്സമാഉദ് ദുനിയ. വലഖദ് സയ്യന്ന അസ്സമാഅദ് ദുനിയ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ വഅഅതനാ ലഹും അദാബസ് സഈർ. 1-ാം ആകാശത്തെയാണ് നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. 1-ാം ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും, കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. മോർ ദാൻ എ ബില്യൺ, 1 ബില്യൺ കണക്കിന് നക്ഷത്രം, 1 ബില്യൺ വേണം. അതാകുമ്പോഴാണ് മിനിമം, അപ്പോഴേ ഒരു ഗാലക്സി ഉണ്ടാകുന്നത്. അങ്ങനത്തെ മോർ ദാൻ എ ബില്യൺ ഗാലക്സി അള്ളാഹുവിന്റെ ലോകത്തുണ്ട്. ഇതൊക്കെ കിടക്കണ 1-ാം ആകാശത്തിന്റെ താഴെ. ഒരു പന്തിന്റെ ബ്ലാഡർ പോലെ സങ്കല്പിക്കുക. എല്ലാ ഭാഗത്തുനിന്നും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ബ്ലാഡർ, ഒരു കവറിങ്, അതാണ് 1-ാം ആകാശം. ആ കവറിങ് എവിടെയാണെന്ന് ഇതുവരെ സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ കണ്ടെത്തിയേ പറ്റൂ. കാരണം നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കാൻ. ഈ അകന്നകന്ന് അവസാന സ്ഥലത്ത് പോയി മുട്ടൂലേ? ഇതൊരിക്കലും ഇൻഫിനിറ്റ് ആവാൻ പറ്റൂലല്ലോ. ഇത് ക്രിയേഷനാണ്. ഇത്
ദൃഷ്ടിപ്രപഞ്ചമാണ്, നമുക്ക് കാണാൻ കഴിയുന്ന ലോകമാണ്. ഈ പ്രപഞ്ചത്തിനൊരറ്റം വേണം. മുമ്പൊന്നും കടലിനറ്റല്ല എന്ന് പറയും, അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കടലിനറ്റുണ്ടല്ലോ, അക്കരയിലെ ഗൾഫ് രാജ്യങ്ങളും ഒരു ഭാഗത്ത് ആഫ്രിക്ക കിടക്കുന്നത്, ഇപ്പുറത്ത് പോയാൽ ജപ്പാൻ ഐലൻഡുകൾ കിടക്കുന്നത്, ഇതൊക്കെ കടലിൻ്റെ അറ്റങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് USA എത്തും, കാനഡ എത്തും, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തും. ആയിക്കോട്ടെ, കടലിന് കരയുണ്ട്, പെട്ടെന്ന് നോക്കിയാൽ കാണൂല. ശരി തന്നെ, ഇന്ന് യാത്ര ചെയ്താൽ എത്തും. ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാന്നൊക്കെ ഖുർആനൊക്കെ അത് സൂചിപ്പിക്കുമ്പോഴേ എന്തൊരു അത്ഭുതമാണല്ലേ. 21-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും, 6-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും. അതാണ് അത്ഭുതം. അവർക്ക് അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ലോകമാണത്. പക്ഷെ ഖുർആൻ അത് പറഞ്ഞു. ഈ തക്വീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓവർലാപ്പിംഗ് ആണ്. അത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവാനേ പറ്റുള്ളൂ. റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ്, ഒരുപാട് മശ്രിഖും മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട ഒരു സാധനത്തിന് അങ്ങനെ ഒരുപാട് ഒരേ സമയം ഒരുപാട് ഉദയാസ്തമന പോയിന്റുകൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ. 6-ാം നൂറ്റാണ്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ 21-ാം നൂറ്റാണ്ടുകാരനും തിരിയുന്നത് അതേ ഭാഷ തന്നെ. അതാണ് ഖുർആന്റെ മുഅ്ജിസത്ത്. വാക്കുകൾ തിരുത്തൂല, അതങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ യാത്രയെ അല്ലാഹു പറയുന്നത് സുബ്ഹാന, പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. ഇസ്രാ മിഅ്റാജിൽ ഒരു ദിക്ർ പഠിക്കാനുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7-ാം ആകാശത്ത് വെച്ച് കണ്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഇബ്രാഹിം നബി കൊടുത്തൊരു ദിക്റുണ്ട്. ആ ദിക്ർ ഒരിക്കൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഈത്തപ്പന സ്വർഗത്തിൽ അല്ലാഹു നട്ടുതരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചൊല്ലിക്കോളൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പെരുന്നാൾ നിസ്കാരത്തിൽ 2 തക്ബീറിന്റെ ഇടയിൽ അതല്ലേ ചൊല്ലല്ലേ? മറന്നോയാ? പെരുന്നാളിന് ഓരോ തക്ബീറിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിട്ട് അല്ലാഹു അക്ബർ ചൊല്ലും അല്ലേ? മറന്നുകൊണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന 33 ദിക്റില്ലേ? സുബ്ഹാനല്ലാഹ് 33, അത് 3 കൂടെ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോഴേ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് നബിയെ, അഖ്രി ഉമ്മത്തി മിന്നിസ്സലാം, അങ്ങയുടെ ഉമ്മച്ചികളോട് എൻ്റെ ഒരു സലാം പറഞ്ഞേക്കണേ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പറയാം. അപ്പം നമ്മൾ ഇബ്രാഹിം നബിക്ക് മറുപടി പറയാണ്, വഅലൈക്കസ്സലാമു യാ സയ്യിദനാ ഇബ്രാഹിം വഅലാ നബിയ്യിനാ സ്വലാത്തു വസ്സലാം വഅലാ സായിരിൽ അംബിയാഇ അജ്മഈൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്തതാ, നബിയെ ജനങ്ങളോട് പറയണേ, അൽ ജന്നത്തു ത്വയ്യിബത്തുൻ അർളുഹാ അദ്ബത്തുൻ മാഉഹാ, സ്വർഗം ഭയങ്കര രസമാണ് നബിയെ. പറഞ്ഞു കൊടുക്കി നിങ്ങളുടെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം. ഗൾഫ് അങ്ങനെയാന്ന് പറയാൻ പോകാൻ തോന്നുന്നു. സ്വർഗം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോകാൻ കൊതി വരണ്ടേ? ത്വയ്യിബത്തുൻ അർളുഹാ, അതിൻ്റെ ഭൂമി വളരെ മനോഹരമാണ്, സുഗന്ധമാണ്, കസ്തൂരിയാണ്, വെറും മണ്ണല്ല. അദ്ബത്തുൻ മാഉഹാ, സ്വർഗത്തിലെ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളമല്ല അത്. വൽ ജന്നത്തു ഖിആൻ, സ്വർഗം എന്നത് കൃഷിയിടമാണെന്ന് പറയണേ നബിയേ. വഗിറാസുഹാ, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം, അവരോട് വിത്ത് പാകാൻ പറയണം. ആ സ്വർഗത്തിൽ വിത്ത് പാകണം. ആ വിത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറ്റുന്നത്ര ചൊല്ലിക്കോളേ. ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു 500 ഈത്തപ്പനെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഇൻഷാ അല്ലാഹ് എപ്പോഴും ചൊല്ലുക, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. പുണ്യനബിതങ്ങളോട് നമ്മുടെ ഹബീബിന്റെ വല്ലിപ്പയായ ശൈഖുൽ അംബിയാ, മഹാനായ അബുൽ അംബിയാ ആദം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഹബീബ് കാണുന്നു ബൈത്തുൽ മഅമൂറിലേക്ക് ചാരി നിൽക്കുന്നതായി. കഅബയുടെ നേരെ മുകളിൽ 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള അള്ളാഹുവിൻ്റെ കഅബയാണ്. കഅബയുടെ നേരെ മുകളിലുള്ള സ്ഥാനമാണ് ബൈത്തുൽ മഅമൂർ. ഇപ്പൊ ഭൂമി കറങ്ങുകയാണെങ്കിൽ
ആകാശലോകത്തും അതിന് സമാനമായ കറക്കമുള്ള ഒരു ഗോളത്തിലോ ഒരു സ്ഥാനത്തോ കഅബ എങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ആവുന്നുണ്ടോ അതോ അതേ ഡയറക്ഷനിൽ കഅബയോടുകൂടെ, കാരണം ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു ബൈത്തുൽ മഅമൂർ എങ്ങാനും വീഴുകയാണെങ്കിൽ ലസഖത അലൽ കഅബ, അത് വീഴുന്നത് കഅബയുടെ മുകളിലേക്കായിരിക്കും. ആ എഞ്ചിനീയറിംഗ് ചെയ്ത ആളാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. കഅബിന്റെ എഞ്ചിനീയർ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം എന്തിനാ ഇപ്പോൾ കഅബക്ക് ഇത്ര വലിയ എഞ്ചിനീയറൊക്കെ വേണം? 4 ചുമര് വളരെ കറക്റ്റ് അല്ലേ? അത് വലിയൊരു എഞ്ചിനീയറിംഗ് സ്കില്ലൊന്നും അതിന് ആവശ്യമില്ലല്ലോ. പാലുണ്ടാക്കണ പോലെ ഒന്നും അല്ലല്ലോ അത്. അങ്ങനല്ലേ, 4 ചുമരല്ലേ ഉള്ളൂ, ഒരു സ്ക്വയർ ക്യൂബ് അല്ലേ എന്ന് തോന്നും അല്ലേ? പക്ഷേ അത് നിൽക്കുന്ന പൊസിഷനിങ് അങ്ങനത്തെ ഒരു എഞ്ചിനീയർക്കേ കഴിയുള്ളൂ. അത് നിൽക്കുന്നത് എവിടെയാണ്? ബൈത്തുൽ മഅമൂറിൻ്റെ നേരെ താഴെ വരണം. ആ സ്ഥാനവും അതിൻ്റെ പൊസിഷനിങ്ങും ജിബ്രീൽ അലൈഹിസ്സലാമാണ് നിശ്ചയിക്കുന്നത്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് യാ അള്ളാഹ്, ഹബീബായ നബി തങ്ങളെ അള്ളാഹു കൊണ്ടുപോയി, കൊണ്ടുപോയി. അസ്റാ എന്നാ പറഞ്ഞത്, സറാ മുഹമ്മദ് എന്നല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയെന്നല്ല. സുബ്ഹാനല്ലദീ അസ്റാ, കൊണ്ടുപോയതാ. പിന്നെന്താ പ്രശ്നം? വിശ്വസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹ്ക്ക് അത് ചെയ്യാൻ കഴിയില്ലേ? അള്ളാഹു ഖാലിഖാണ്. അള്ളാഹു അൽ ഖാദിറുൽ മുഖ്തദിറുൽ മുഖദ്ദിമുൽ മുഅഖിറുൽ അവ്വലുൽ ആഖിർ. അങ്ങനത്തെ ഒരു റബ്ബിന് പുണ്യ നബിയെ കൊണ്ടുപോയിക്കൂടെ? ഇൻ എനി വെലോസിറ്റി ഹി വോൺസ്. അത് വിഷയമുള്ള കാര്യമില്ല. അള്ളാഹ്ക്ക് അത് പറ്റൂലേ? അതാണ് ഇസ്രാഇന്റെ പ്രത്യേകത. ഇത് ഞാൻ കൊണ്ടുപോയ യാത്രയാണ് അള്ളാഹ് പറയാം. എന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. ഗ്ലോറിഫൈഡ് ഈസ് അല്ലാഹ്, ഗ്ലോറി ബി ടു ഹിം. അല്ലാഹുവിനാണ് സർവ്വ പരിശുദ്ധിയും. അല്ലാഹു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഒരുപാട് പാഠങ്ങൾ ഈ ഇസ്രാ മിഅ്റാജ് പഠിക്കുക. ഒക്കെ നുക്തകളാണ്, ഓരോ വാക്കിലും ഹിക്മത്തുകളാണ്. അതെല്ലാം കൂടെ നമുക്ക് പറയാൻ സമയം ഉണ്ടാവുമെന്നറിയില്ല. മാക്സിമം ക്ഷീണിക്കുന്നവരെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഓരോന്നും മെസ്സേജ്. ഇത് കഥ കേൾക്കണ പോലെ കേൾക്കാനുള്ള സംഭവമല്ല. നമ്മളെപ്പോഴെന്താ അവിടെ പോയി ഇവിടെ പോയി നബി ഞങ്ങൾ പോയി വന്നല്ലേ, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? അതല്ല. ഇത് ഓരോ സ്റ്റെപ്പും നമുക്കുള്ള പാഠങ്ങളാണ്, ഒക്കെ മെസ്സേജുകളാണ്. അള്ളാഹു കൊണ്ടുപോയി നബിയെ അസ്റാ, രാത്രിയാ കൊണ്ടുപോയത്. അവിടെ ചില കാര്യങ്ങളുണ്ട്. രാത്രി ഒരു രാത്രിയാ. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവർക്കും ഒരു രാത്രി തന്നെ അറിയുള്ളൂ അല്ലേ? പക്ഷേ രാത്രികളിൽ 2 വിഭാഗം ആളുകളുണ്ട്. 2 വിഭാഗം ആളുകളുണ്ട് രാത്രിയിൽ. ഒന്ന്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. കിടന്നുകൊണ്ട് അല്ലാഹുവിനെ കിടക്കാൻ കഴിയാതെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ, അവർക്കൊരു രാത്രിയുണ്ട്. ഇപ്പുറത്ത് കള്ളുകുടിയന്മാരുടെ രാത്രിയുണ്ട്. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് സാമീപ്യം പുലർത്തുന്ന അള്ളാഹുവിന്റെ ഇബാദിന്റെ ഒരു രാത്രിയുണ്ട്. പിശാചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രാത്രിയുമുണ്ട് ചില ആളുകൾക്ക്. ഖുർആനോദിയും ദിക്ർ ചൊല്ലിയും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സുബ്ഹി നേരത്തെ അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. സുബ്ഹി നേരത്തെ കള്ളുടി ചാടുന്നവരാ, മയക്കുമരുന്നടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരാ. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ രാത്രി എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? നിങ്ങളെ ചെറുപ്പക്കാരെ കളി കണ്ടിട്ടും അല്ലാതൊക്കെ നമ്മൾ കുറേ രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കഴിഞ്ഞു അല്ലേ? ആ വേൾഡ് കപ്പ് അങ്ങനെ ഒരു കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നമ്മൾ ഉറക്കൊഴിക്കും അല്ലേ? ഉറക്കൂലേ? റമളാൻ 1 മാസമാകുമ്പോഴേക്കും പടച്ചവനെ 1 മാസമൊക്കെ എന്തിനാ എന്ന് തോന്നുന്ന ആൾക്കാർ ഒരു കൊല്ലം വേൾഡ് കപ്പാണെങ്കിൽ 1 കൊല്ലം ഉറക്കൊഴിക്കും. ഒഴിക്കൂലേ? എന്നൊന്നും കളി ഉണ്ടാവില്ല, അത് വലിയ ഭാഗ്യം. എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള നമ്മുടെ സമയം കൊല്ലാൻ കഴിയുന്ന എൻ്റർടൈൻമെൻറ്റുകൾ ഉള്ളത്, അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സജീവമാണ്. നമ്മുടെ ഉമ്മത്ത് സജീവമാവേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിലാണ്. നിങ്ങൾ ഈ വാദിന് വന്നോ ഇല്ലേ എന്നതൊന്നുമല്ല വിഷയം. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ എന്നറിയുമ്പോൾ നമ്മുടെ മസ്ജിദിലെ സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് എത്ര സ്വഫ ആളുണ്ട്, അവിടെയാണ് അല്ലാഹു നമ്മളെ നോക്കുന്നത്, അവിടെയാണ് നമ്മുടെ വില കിടക്കുന്നത്. അതിന് നമ്മളെ കിട്ടുമില്ലേ? അതിന് നമ്മളെ കുട്ടികളുണ്ടോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. ഹബീബായ നബി തങ്ങളെ അല്ലാഹു കൊണ്ടുപോകുന്നത് രാത്രിയിലാണ്. അല്ലാഹു പകൽ കൊണ്ടുപോയിക്കൂടെ? ഉച്ചക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നോ? അസ്റാ, രാത്രിയാണ്, അല്ലാഹുവാണ് കൊണ്ടുപോകുന്നത്.
നബിതങ്ങളായിട്ട് ഒറ്റക്ക് പോയതല്ല, അള്ളാഹു കൊണ്ടുപോയി. പിന്നെ ഇവിടെ സംശയം ഉദിക്കുന്നില്ല മുഅ്മിനായ മനുഷ്യന്. ആ യാത്ര നബിതങ്ങളുടെ ശരീരത്തോടുകൂടെയുള്ള യാത്രയാണ്, ആത്മാവിന്റെ യാത്രയോ ഒരു സ്വപ്നമോ അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഫിത്നയാവില്ലല്ലോ, അത് പരീക്ഷണമായി എന്നല്ലേ പറഞ്ഞത്. വമാ ജഅൽന الرؤيا التي أريناك إلا فتنة للناس. നബിയെ, അങ്ങേക്ക് നാം കാണിച്ചു തന്ന റുഅ്യ എന്ന് പറഞ്ഞാൽ റുഅ്യൽ ഐൻ, കണ്ണിന്റെ കാഴ്ചക്കും റുഅ്യ എന്ന് അറബ് ഭാഷയിൽ പറയും. അതിന് ഒരുപാട് ഷാഹിദ് ബെയ്ത്തുകളൊക്കെ ജാഹിലിയ കവികളുടെ തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. കണ്ണിന്റെ കാഴ്ചക്കത് പറയും. എന്തുകൊണ്ട്? അത് പരീക്ഷണമാ. നബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു എന്ന് വന്ന് പറഞ്ഞപ്പോഴേ കുറെ ആൾക്കാർ, എന്ത് നബിയെ, എവിടെ പോയി? മസ്ജിദുൽ അഖ്സയിക്ക, ഈലിയായിലേക്കോ 40 ദിവസം എടുക്കണത് ഇന്നലെ രാത്രി പോയി വന്നു. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആ സംഭവമാണെങ്കിൽ നമ്മൾ പറയാം അനുബന്ധ കുഴപ്പം, നല്ല ഫാസ്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ പറയാം. അന്നത്തെ ആളുകൾ അത് വിശ്വസിച്ചില്ലേ? സിദ്ദീഖ് എന്നവരുടെ അടുത്ത് പോയിട്ട് ഓടിച്ചെന്ന് അബൂജഹലിന്റെ ആളുകളല്ലേ പറഞ്ഞത്, സിദ്ദീഖേ നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്താന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. എന്തേ? ഇന്നലെ മസ്ജിദുൽ അഖ്സയിൽ പോയി വന്നു പോലും നിന്റെ കൂട്ടുകാരൻ. എന്റെ റസൂൽ അത് നിങ്ങളോട് പറഞ്ഞോ? ആ പറഞ്ഞു. സദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചു. ഉസദ്ദിഖുഹു അലാ വഹി സമാ, ആകാശ ലോകത്ത് നിന്ന് ഹബീബിന് വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ ഓരോ ദിവസവും. പിന്നെ എന്തെനിക്കത് പ്രയാസം? വഹി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? എന്റെ റസൂലിന്റെ യാത്ര എനിക്ക് വിശ്വാസമാണ്. എന്റെ റസൂലിന് അല്ലാഹ് ചെയ്ത ആദരവാണത്. ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഒരു മഹാസമ്മേളനത്തിന് സംഭവം സാക്ഷിയായ ഒരു യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി പഠിക്കാനുണ്ട്. നബിതങ്ങൾ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനെ വിളിച്ചുണർത്തുന്നത്. തആല യാ റസൂലല്ലാഹ്, നബിയെ വരണം. കഅബാലയത്തിന്റെ അടുത്താണ് സംസം കിണറുള്ളത്. സംസത്തിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ആ സംസം കിണറിന്റെ അരികിൽ ഹബീബിനെ കിടത്തുന്നു. അവിടുത്തെ പരിശുദ്ധമായ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എങ്ങനെ? ചോരയില്ല, അടയാളവുമില്ല. ലേസർ സർജറി ഇന്ന് നടക്കുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ലേസർ ട്രീറ്റ്മെന്റ് ഒന്നും ഉള്ളിലേക്ക് പോകണില്ല. ലേസർ ലൈറ്റ് പോലും നമ്മൾ അറിയുന്ന പോലുമില്ല. അവിടെ കട്ട് ചെയ്യുന്നുണ്ട്, മുറിക്കേണ്ടത് മുറിച്ചിടുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് പ്രബലമായ അഭിപ്രായ പ്രകാരം 2 തവണ അല്ലാഹു തആല ഷഖ്ഖുൽ ഖൽബ് ചെയ്തിട്ടുണ്ട്, ഹൃദയം പിളർത്തിയിട്ടുണ്ട്. ഒന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഹലീമത്തു സഅദിയ ബീവിയുടെ കൂടെ ത്വായിഫിൽ അള്ളാഹുവിന്റെ ഹബീബ് താമസിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ടാമത് ഇസ്രാ മിഅ്റാജ്. അതല്ല 4 തവണ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. പുണ്യനബി പറയുന്നു, എൻ്റെ ഹൃദയം പുറത്തെടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്വർണത്തിന്റെ തളിക കൊണ്ടുവന്നിട്ടുണ്ട്. ആ തളിക മുലിഅത്ത് ഈമാനൻ വഹിക്മ, ഈമാനും തത്വജ്ഞാനവും ഈമാനുമാണതിൽ നിറച്ചിരിക്കുന്നത്. അത് എൻ്റെ കൽബ് സംസം കൊണ്ട് കഴുകിയിട്ട് ഈമാനും ഹിക്മത്തും അതിൽ നിറച്ചിട്ട് എൻ്റെ കൽബ് അവിടെ തന്നെ വെച്ച് തന്നു. എന്നിട്ട് എൻ്റെ കൈപിടിച്ച് കഅബക്ക് ചുറ്റും 7 റൗണ്ട് തവാഫ് ചെയ്തു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ റെസ്റ്റ് വേണ്ടി വന്നിട്ടില്ല. സർജറി കഴിയുന്നു, നബി തങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കിൻ്റെ കൂടെ തവാഫ് ചെയ്യാണ്. അതിനിടയ്ക്ക് നബി തങ്ങൾ കൈറ്റിനറി കൊടുത്തു. യാത്രയുടെ എവിടേക്കാ പോകുന്നത്, എവിടേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്, എവിടേക്കൊക്കെയാണ് നമ്മൾ എത്താൻ പോകുന്നത്, യാത്രയുടെ വിവരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുകയാണ്. തവാഫ് കഴിഞ്ഞു. നബി തങ്ങളെ, ഇതാ അങ്ങേക്ക് കയറാനുള്ള വാഹനം. തങ്ങൾ ബുറാക്കിനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത ഭംഗിയുള്ളൊരു വാഹനം. അത് സ്മോളർ ദാൻ എ മ്യൂൾ ആൻഡ് ബിഗർ ദാൻ എ ഡോങ്കി. വലിയ ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും വയ്യ, ചെറുതാണെന്നും പറയാനും വയ്യ. ഒരു കഴുതയേക്കാളും മീതയാണ് അക്രമക്കുമുല്ലാഹ്. അത് കഴിഞ്ഞ് ഒരു കോവർ കഴുതയേക്കാൾ താഴെയുമാണ്. അങ്ങനത്തെ ഒരു മൃഗമാണ്. അതിന് ചിറകുകളുണ്ട്. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഈ യാത്രക്ക് ഞാൻ അങ്ങേക്ക് വേണ്ടി സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനമാണിത്. ഇത് പുണ്യ നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റി വിശ്വസിക്കുന്നു. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്. ഇസ്രാ നിഷേധിച്ച ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. അത് ഖുർആന്റെ നസ്വാണ്. മിഅ്റാജ് ഹബീബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സ്വരീഹായ ഹദീസിന്റെ വചനങ്ങൾ. തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇർകബ് യാ റസൂലല്ലാഹ്,
നബിയെ കയറിക്കോളൂ, ബുറാഖിന്റെ പുറത്ത് കയറിക്കോളൂ. അപ്പൊ ജിബ്രീൽ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ജിബ്രീലേ നിങ്ങൾ കയറി, ആദ്യം നിങ്ങൾ കൊണ്ടുവന്നതല്ലേ. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, സ്വാഹിബു ദാബത്തി അദ്റാ ബിദാബത്തി വസ്വാഹിബുൽ മകാനി അദ്റാ വഔലാ ബിമകാനി. ഒരാളുടെ വണ്ടി അത് അയാളാണത് ഉപയോഗിക്കാൻ ഏറ്റവും അർഹത ഉള്ള ആള്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു പ്രത്യേകമായൊരു ചെയറോ ഒരു സീറ്റോ ഉണ്ടെങ്കിൽ ഒരു അതിഥി വന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ, അവിടെ കയറി ഇരിക്കാൻ പാടില്ല. അത് വാപ്പാൻ്റെ ചെയറാണ്, അത് വാപ്പാൻ്റെ മുസല്ലയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അത് അവർ സമ്മതം തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ജിബ്രീൽ തങ്ങളോട് ആ ഒരു അദബാ പുണ്യ നബി കാണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലെ നിങ്ങൾ കയറി. മുആദ് തങ്ങളും നബി തങ്ങളും യാത്ര പോയ ചരിത്രമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയും, എന്നോട് നബി തങ്ങൾ അന്നൊരിക്കെ തങ്ങളുടെ കയ്യിൽ ഒരു കഴുതയുണ്ട്, തങ്ങൾ യാത്ര ചെയ്യാണ്. അപ്പൊ എന്നെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മുആദ്, തങ്ങൾ ഇറങ്ങി കഴുതപ്പുറത്തുനിന്ന്, മുആദെ കയറിക്കോളി എന്ന് പറഞ്ഞു. മുആദ് എന്നവർ പറഞ്ഞു, നബിയെ ഞാൻ കയറൂല, അങ്ങ് കയറണം, ഞാൻ കയറൂല. അപ്പൊ തങ്ങൾ കയറിയിരുന്നു. തങ്ങൾ മുആദ് നിങ്ങളും കയറിക്കോ, രണ്ടാളെ കൊണ്ടുപോകാൻ പറ്റുന്ന കഴുതയാണ്. അങ്ങനെ മുആദ് എന്നവരും അതിൻ്റെ പിന്നാലെ കയറി, നബി തങ്ങളും മുആദ് എന്നവരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കഴുത ഒരു കല്ലിൽ ചവിട്ടിട്ട് നബി തങ്ങളും താഴെ വീണു, മുആദ് എന്നവരും താഴെ വീണു. മുആദ് റളിയല്ലാഹു അൻഹു നാണിച്ച് വിഷമിച്ചു. നബി തങ്ങൾ ഫതബസ്സമ റസൂലുള്ളാഹ്, നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ റോഡല്ലേ, കയറിക്കോളി മുആദ്, ഞാൻ കയറില്ല നബിയെ, അങ്ങ് കയറിക്കോളി ആദ്യം. അങ്ങനെ നബി തങ്ങൾ വീണ്ടും കയറി. വീണ്ടും മുആദ് എന്നവർ ബാക്കിൽ കയറി. അവർ രണ്ടുപേരും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്തു. വീണ്ടും ഈ കഴുത കാല് കുതറി. അങ്ങനെ നബി തങ്ങളും വീണു, മുആദ് എന്നവരും വീണു. ഫതബസ്സമ റസൂലുള്ളാഹ്, പുണ്യ നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ മുആദ് എന്നവരെ പേടിച്ച് നാണത്തോടുകൂടെ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. എന്ന് മുആദ് റളിയല്ലാഹു അൻഹു, അതിൽ നബി തങ്ങളോട് മുആദ് എന്നവർ കാണിച്ച ഒരു അദബുണ്ട്. തങ്ങൾ കയറാതെ എങ്ങനെ ഞാൻ കയറുക? ആ അദബാണ് നബി തങ്ങൾ ജിബ്രീൽ തങ്ങളോട്, ജിബ്രീലെ നിങ്ങൾ കയറി ബുറാഖിന്റെ മീതെ, എന്നിട്ട് ഞാൻ കയറാം. അങ്ങനെ നബി തങ്ങളും നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖിന്റെ മുകളിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവാണ്. തങ്ങൾ പറയുന്നു, ലാ യുഫവ്വിതുനി വലാ ഉഫവ്വിതു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ ജിബ്രീൽ എന്നവർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര. ആരും ആരെയും മിസ്സായിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കൂടെയുണ്ടായിരുന്നു ആ യാത്രയിൽ. എന്നെ ജിബ്രീൽ തങ്ങൾക്ക് മിസ്സായില്ല, ജിബ്രീൽ തങ്ങൾക്ക് എൻ്റെയും മിസ്സായിട്ടില്ല. അങ്ങനെയാണ്. ലാസിം മൽസൂം എന്ന് പറയും. ഒരാളുള്ളിടത്ത് മറ്റേ ആളുണ്ടാവും. അങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരാളുള്ള സ്ഥലം കിട്ടിയാൽ അവിടെ അവൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരിക്കും. ലാസിം മൽസൂം എന്നൊക്കെ അറബി പറയും. അപ്പോൾ പുണ്യ നബി തങ്ങളുടെ സുഹൃത്താണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ലാ യുഫവ്വിതുനി വലാ ഉഫവ്വിതു. ഞാനും ജിബ്രീൽ എന്നവരും ഒരുമിച്ചാണ്. രണ്ടാളും ആരും ആരെയും മിസ് ചെയ്യുന്നില്ല. കൂട്ടുകാരെ, നമ്മൾ പറയും ഒരു ആപ്തവാക്യമുണ്ട്, ടെൽ മീ വാട്ട് യു റീഡ്, ഐ ക്യാൻ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു ആർ. മുമ്പ് പറയില്ല അങ്ങനെയല്ല, ടെൽ മീ ഹൂ ഇസ് യുവർ ഫ്രണ്ട്, ഐ ക്യാൻ ടെൽ യു ഹൂ യു ആർ. ഇന്ന് അതുമല്ല അല്ലേ, നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി, നിങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് പറഞ്ഞേരി, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ എന്താ പറയാന്നറിയോ? നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ? നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞുതരാം നീ കള്ളുടിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞുതരാം നീ നിന്റെ വാപ്പയെ ഉമ്മയെ അനുസരിക്കോ ഇല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൂട്ടുകാർ, നിങ്ങൾ ഓരോരുത്തരുടെയും ദീനളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കള് കൂട്ടുകാരായി നിർത്തേണമേ. നിങ്ങളെ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നല്ല മജ്‌ലിസിലേക്ക് കൊണ്ടുവരുന്ന ആള്, അങ്ങനത്തെ ആളായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ. ആരാവരുത്? പിശാചിന്റെ കൂട്ടുകാരനാവരുത്. നന്നാക്കാൻ പറ്റുമെങ്കിൽ ആളെ നന്നാക്കി എടുക്കുക, ഇല്ലേ ഒഴിവാക്കുക. നല്ല കൂട്ടുകാരുടെ കൂടെ. എന്തേ? ആ കൂട്ടുകെട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. ഇപ്പൊ വിചാരിക്കേണ്ടാവത് സ്കൂൾ കുട്ടികളെ പറ്റിയ പറയണത് അല്ലല്ല. 90 വയസ്സായ ആൾക്കും നല്ല കൂട്ടുകാരൻ വേണം. 90 വയസ്സായാൽ പോലും കൂട്ടുകാരെ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടാം. അങ്ങനെ ഉണ്ടാവുമോ? 90 വയസ്സായിട്ടൊക്കെ ഈമാൻ പോകും. ചില കൂട്ടുകാരങ്ങനെയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമല്ല.
അബൂജഹലും അബൂ സുഫിയാനും എന്നവരും കൂടിയിട്ടാണ് 90 കഴിഞ്ഞ് 100 എത്തുന്ന അബൂ താലിബിന് ഈമാനും ഹിദായത്തും നഷ്ടപ്പെടുന്നത് സ്വന്തം ചങ്ങായിമാരെ കൊണ്ടാ. അവരാണ് കലിമ ചൊല്ലാൻ വിടാതിരുന്നത്. വയസ്സിന്റെ കുറവാണോ? വയസ്സ് 90 കഴിഞ്ഞിട്ടുണ്ട് അബൂ താലിബിൻ എന്നവർക്ക്. പക്ഷേ കലിമ ചൊല്ലാൻ വിട്ടില്ല. അബൂ താലിബ്, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പുതിയ മതത്തിലേക്ക് പോവാണോ? എന്നാ പിന്നെ മുഹമ്മദേ എനിക്കത് പറയാൻ പറ്റൂല. നല്ല മതം തന്നെയാണ് നിങ്ങളുടെ മതം, പക്ഷേ എനിക്ക് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു വഹിദാറു മസബ്ബതി ലവജതനി സംഹൻ ബിദാക മുബീനാ. മുസ്ലിമായില്ല അബൂ താലിബ്. എന്ത് കാരണം? സ്വന്തം കൂട്ടുകാർ കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായ നല്ല മക്കളെ അള്ളാഹു കൂട്ടുകാരായി കൊടുക്കട്ടെ. നമ്മൾക്കും അള്ളാഹു നല്ല സുഹൃത്തുക്കളെ അള്ളാഹു തരട്ടെ. നമ്മൾ അള്ളാഹുലേക്കാണ് ശരിക്കും എടുത്താണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുവിന് ശരിയാക്കി തരുന്ന. കച്ചറ കൂട്ടുകാരെ മുമ്പിനെ നമ്മളോട് വിളിക്കാതെയാവും, നമ്മുടെ അടുത്ത് വരാതെയാവും. അവരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. നല്ല കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു തദ്ബീറാണ്, അള്ളാഹുവിൻ്റെ തൈസീറാണത്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടുകാരിൽ. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. അതിൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെ കമ്പനി നടക്കുന്നുണ്ടാവും. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവർ പിന്നെ വിളിക്കാണ്ടാവും, അവർ വരാതാവും. പിന്നെ കാരണമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾ അള്ളാഹു ഫിൽട്ടർ ചെയ്യുന്നതാണ്. അള്ളാഹുലേക്ക് അടുക്കണം. പുണ്യനിബിതങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ്. ബുറാഖിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ എവിടെയാണോ ബുറാഖിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് ബുറാഖിന്റെ കാല് വെക്കുന്നത്. അങ്ങനെ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം. ഇതിന്റെ സെക്കൻഡൊന്നും വേണ്ട മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ. രാത്രിയാണ് മസ്ജിദുൽ അഖ്സയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടു. എവിടെ? ബുറാഖിനെ കെട്ടിയിടുന്ന ഒരു സാരിയ എന്ന് പറഞ്ഞ പില്ലർ എന്നാണ്. പില്ലർ, തൂണില്ലേ പില്ലർ, ആ പില്ലർ. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ പ്രകാശത്തിന്റെ കരം കൊണ്ട് ചെത്തിക്കൊടുത്തുണ്ടാക്കിയ ഒരു ചെറിയ പില്ലറാണത്. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാൽ, ഇപ്പോൾ മസ്ജിദുൽ അഖ്സ സിയാറത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകാറുണ്ട്. അവിടെ മസ്ജിദുൽ ബുറാഖ് കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങിയ ഖിബല എങ്ങോട്ടാണെങ്കിൽ വലത് ഭാഗത്ത് ഒരു പള്ളിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് ചെന്ന ചെറിയ പള്ളി, സ്റ്റേജിൻ്റെ അത്രയുള്ള പള്ളി. അവിടെ ഒരു ചുമരിൽ ഒരു വട്ടക്കണ്ണിയുണ്ട്, ഇരുമ്പിൻ്റെ ഒരു റിങ്. ആ റിങ് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അവിടെയാണ്, ആ ഇരുമ്പുമ്മലല്ല കെട്ടിയിട്ടത്. ആ ഇരുമ്പ് നിൽക്കുന്നത് ഒരു പാറയിലാണ്. ഇപ്പം അത് ചുമരാണ്. ആ പാറയിലാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഒരു പാറയുടെ ഒരു പില്ലറുണ്ട്, പാറയുടെ ഒരു തൂണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനത്തെ പുണ്യനബി എന്തിനാ ഇപ്പം നബി കെട്ടിടേണ്ട ആവശ്യം ചോദിക്കാലോ? അത് സ്വർഗത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനല്ലേ? അത് അവിടുന്ന് പോകുന്നില്ലല്ലോ, അവിടെ ഉണ്ടാവുമല്ലോ. തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനല്ലേ? അതിനിപ്പോൾ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ? വേണം. അഖ്ദും ബിൽ അസ്ബാബ്, നമ്മൾ സബബുകൾ ചെയ്യണം. അല്ലാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്. നമ്മൾ ചെയ്യണം. അത് നമ്മളൊരു വാഹനവുമായി വന്നാൽ ശരിക്കും പാർക്ക് ചെയ്യണം. ഒട്ടകത്തെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോഴേ സ്വഹാബി വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, എൻ്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, കെട്ടിയിടാതെ അങ്ങയുടെ മജ്ലിസിൽ വന്ന് ഇരുന്നാൽ മതിയോ? തങ്ങൾ പറഞ്ഞെന്താണ്? യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ വാഹനത്തെ കെട്ടിയിടണേ, എന്നിട്ട് അല്ലാഹുവിനോട് തവക്കുലാക്കിക്കോളി, എന്നിട്ട് അല്ലാഹനെ ഏൽപ്പിക്കിൻ, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. കെട്ടിടാതെ അള്ളാഹിനെ ഏൽപ്പിച്ചു പോകുന്ന ആ ഒട്ടകം, നിങ്ങൾ അതിനോട് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു സബബ്. അതിനെ കെട്ടിയിടണം. കെട്ടിയിട്ടാലും ഒരാൾ വേണമെങ്കിൽ അതിനെ അഴിച്ചു കൊണ്ടുപോകാം. അത് അള്ളാഹിന്റെ ഖദാ. അത് നിങ്ങൾ തവക്കുലാക്കി വിട്ടാൽ മതി, അള്ളാഹു നിയന്ത്രിച്ചോളും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം. അതാണ്. കുട്ടി തീരെ എക്സാമിന് പഠിക്കണില്ല, SSLC എക്സാം വരെയാണ്. ദ്വാരക്കണേ എന്ന് പറഞ്ഞ് നടക്കുക. കുട്ടി ജന്മത്തിൽ ബുക്ക് എടുത്ത് പഠിക്കണില്ല, വല്ല കാര്യമുണ്ടോ? അവൻ പഠിക്കണം. പഠിച്ചാൽ തന്നെ ചിലപ്പോൾ എക്സാമിന് എന്ന് പനി വന്ന് പോകാൻ പറ്റിയില്ല എന്ന് വരും, എക്സാമിന് എന്നെല്ലാം മറന്നു വരും. അതിന് ദ്വാരപ്പിക്കണം. അധ്വാനിക്ക കൂടെ ദ്വാരക്കും ചെയ്യുക. അധ്വാനം അല്ലാണ്ട് നമ്മൾ ദ്വാരന്നിട്ട് മാത്രം കാര്യം. മസ്ജിദുൻ നബവിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, ഭയങ്കര ദിക്റും സ്വലാത്തും ചൊല്ലി അവിടെ ഇരിക്കുക. അങ്ങനെ എന്താ പണി എന്ന് ചോദിച്ചു. ഞങ്ങൾ യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ. എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു.
നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നാ. പക്ഷെ നബി ഇല്ല, അതുകൊണ്ട് ഉമർ നബി ആയില്ല. പക്ഷെ ഒരു നബി ആകുമെങ്കിൽ ഇയകും മിൻ ബഅദി നബിയ്യുൻ ഫഉമർ, അങ്ങനത്തെ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെന്നാ ഭക്ഷണം? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കൊണ്ടുതരൂലേ, ഞങ്ങൾ അത് നിന്ന് ഇവിടെ ഇരുന്നോണ്ടെന്ന് പറഞ്ഞു. ഇന്ന് അവിടെ ഇരിക്കുക, എപ്പോൾ വരാമെന്ന് പറഞ്ഞു. വടി എടുക്കാൻ പോയതാ, അതിൽ ഇവർ എഴുന്നേറ്റ് കൂടി. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ആകാശത്ത് നിന്ന് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? പോയി പണിയെടുക്കുമെന്ന് പറഞ്ഞു. ജോലി ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറച്ചാൾക്കാർക്ക് അടി കിട്ടി, അല്ലാത്തൊരു മുമ്പ് നിന്ന് ഇറങ്ങി ഓടി. ഉമർ തങ്ങളുടെ പഠിപ്പിക്കുക, അത് സബബ്, നമ്മൾ സബബ് ചെയ്യണം. ജോലി അന്വേഷിക്കുന്നുണ്ട്, പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ഇല്ല, PG ഇല്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. ആഗ്രഹിക്കുന്നത് എഞ്ചിനീയർ ആവണമെന്ന്. എഞ്ചിനീയർ പണി കിട്ടണം, നടക്കുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് പറയാം, പഠിച്ചോനെ ബോംബെക്ക് എത്തിക്കണേ, വല്ല കാര്യമുണ്ടോ? ബോംബെക്കുള്ള ട്രെയിനിൽ തന്നെ കയറണ്ടേ? സബബ് ചെയ്യണ്ടേ? സബബ് ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് തവക്കുലാക്കണം. നമ്മൾ കയറി ഇരുന്നാൽ തന്നെ ഏതെങ്കിലും വല്ല പാലം പൊളിഞ്ഞു വീണത് യാത്ര മുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, അവിടെ എത്തണമെന്നില്ല, അതിനിടക്ക് ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണം നിങ്ങൾ ചെയ്തു വെക്കണം. ബാക്കി അലല്ലാഹ്. അതിനാണ് നബി തങ്ങൾ ബുറാഖിനെ കെട്ടിയിട്ടത്, അത് പഠിപ്പിക്കാൻ. ഓരോ വാക്കുകളും ഹബീബിൻ്റെത് പാഠമാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഖുർആൻ ആരംഭിച്ചാൽ അതിനുശേഷം പറയാൻ പോകുന്ന വിഷയം അതീവ ഗൗരവമുള്ള മഹാത്ഭുതമാണ്. അപ്പോഴാ സുബ്ഹാന എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ നിന്റെ കഴിവ് എത്രയാ പടച്ചോനെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നമ്മൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തവണയെങ്കിലും അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ റബ്ബേ, നമ്മൾ എത്ര മോശക്കാരാ. നമ്മൾ കൽബിലെ ഈ ദേഷ്യവും പകയും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നുണ പറച്ചിലും വൈരാഗ്യം പറയലും കുറ്റം പറച്ചിലും, അല്ലാഹുവേ നിനക്കിതൊന്നുമില്ലല്ലോ റബ്ബേ, നീ എത്ര ശുദ്ധനാണ് പടച്ചവനെ. സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ ഞങ്ങൾക്കിപ്പോൾ ക്ഷീണിച്ചാൽ ഉറങ്ങും അല്ലേ? നമുക്ക് ഉറക്കം വന്നാൽ ഉറങ്ങൂലേ? നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല, നമ്മൾ തളർന്ന് ക്ഷീണിച്ചു പോകും. അള്ളാഹുവിന് ഉറക്കില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയെങ്കിൽ അള്ളാഹു ഉറങ്ങുന്നില്ല. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, നോ സ്ലംബർ നോ സ്ലീപ്പ് ഓവർടേക്സ് ഹിം. അള്ളാഹ്ക്ക് ഈ തൂങ്ങി ഉറക്കം സാധാ ഉറക്കൊന്നും അള്ളാഹ്ക്കില്ല. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അള്ളാഹു ഉണർന്നിരിക്കുകയാണ്. അള്ളങ്ങാനൊരു സെക്കൻഡ് ഉറങ്ങിയാൽ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനക്, പടച്ചവനെ ഞങ്ങളൊക്കെ മരിച്ചു പോകും, നിനക്ക് മരണമില്ല, നീ എന്തൊരു പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അസുഖം വരും, നിനക്കത് ഇല്ലല്ലോ പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് എത്ര ന്യൂനതയുണ്ട് റബ്ബേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. നിനക്ക് നീ ഇൽമ്, എല്ലാ ഇൽമും നിന്നിൽ നിന്നല്ലേ പടച്ചവനെ. ഇതാണ് ഈ സുബ്ഹാന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് റുകൂൽ പറയുമ്പോഴും, സുബ്ഹാന റബ്ബിയൽ അലാ ബിഹംദിഹി എന്ന് സുജൂദിൽ പറയുമ്പോഴും, റുകൂൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് പറയുമ്പോഴൊക്കെ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ കൽബിലേക്ക് കൊണ്ടുവരണം. അല്ലാഹ് പരിശുദ്ധനാണ്. നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ, നമ്മളിൽ ന്യൂനതകളുണ്ട്, അല്ലാഹുവിന് ന്യൂനതകളില്ല. നമ്മൾ മറക്കും, അല്ലാഹ് മറക്കൂല. സുബ്ഹാന ജല്ല ജലാലു. അതാണ് അല്ലാഹു. പുണ്യ നബി തങ്ങളെ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത്. അല്ലാഹനെ കാണാൻ പോകുന്ന, അല്ലാഹുവിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയോ, നമ്മളോടൊക്കെ അല്ലാഹു നേർക്കുനേരെ സംസാരിക്കും. കാണാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും. പക്ഷെ എല്ലാവരോടും അല്ലാഹു സംസാരിക്കും. ഇവിടെ ഇരിക്കണ എല്ലാവരോടും, എന്നോട്, നിങ്ങളോടൊക്കെ, മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും, നിങ്ങൾ ഓരോരുത്തരോടും. ഹബീബാ നബിയുടെ ഹദീസാണ്, വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. നിങ്ങളോട് അല്ലാഹു ചോദ്യം ചെയ്യും. കുട്ടികളെ ഒഴിവാവുള്ളൂ, ഭ്രാന്തന്മാരെ ഒഴിവാവുള്ളൂ, മുഖല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും, മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടൊക്കെ അല്ലാഹു തആല സംസാരിക്കും. ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു, അല്ലാഹു നേർക്കുനേരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അലി തങ്ങൾ പറയാണ്, ചില ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ യസ്ഖുതു ലഹ്മു വജ്ഹി, മുഖത്തെ ഇറച്ചിങ്ങട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നാണിച്ച് നിൽക്കാൻ കഴിയില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട്, മോഷണം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, കള്ളത്തരമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? അള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട്. ചിലര് പറയും, എന്നെ കൊണ്ടുപോകല്ലിൻ, മലക്കുകളെ കൊണ്ടുപോകുക.
എനിക്ക് വേണ്ട, എനിക്ക് അള്ളാനെ കാണണ്ട, എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളൂ. എന്നാൽ എനിക്ക് അള്ളാനെ കാണാൻ പറ്റൂല. ഞാൻ എന്താ അള്ളാഹ്ക്ക് മറുപടി പറയാം? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ എന്തെൻ്റെ റബ്ബിനോട് പറയും? അതുകൊണ്ട് മുഅ്മിനെ മിഅ്റാജും ഇസ്റാഇനെ സംബന്ധിച്ചും പറയുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് ഉറപ്പാണ്. എന്ത് മറുപടിയാണ് അള്ളാഹ്ക്ക് കൊടുക്കാൻ പോണത്? പടച്ചോനെ, ലോകകപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷൻ്റെ ആളായിരുന്നു ഞാൻ. അങ്ങനെ ചെല്ലാം അള്ളാന്റെ മുമ്പ് എന്താണ് മറുപടി കിട്ടുക? അള്ളാഹുവേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. 4 മണി വരെ കളി കണ്ടിട്ടുണ്ട്, പക്ഷേ 5 മണിക്ക്